ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശി. മേടം രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ നവഗ്രഹങ്ങളുടെ ഗോചരം, വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും തുടങ്ങിയ ഈ വലിയ ഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ആദ്യമേ രാഹുവിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ 18 വർഷങ്ങൾക്ക് ശേഷം രാഹു നിങ്ങളുടെ 11ാമത്തെ ഹൗസിൽ. 11ാമത്തെ ഹൗസ് എന്താണെന്നറിയണ്ടേ? ലാഭത്തിൻ്റെ. ഈ സമയം സഡനായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും, അതും ഷോർട്ട് കട്ടിലൂടെ. ഈ ഷോർട്ട് കട്ടിലൂടെ ഇൻകം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. എഴുതി വെച്ചോളൂ. എല്ലാവരും ഒരു പേനയും ബുക്കും എടുത്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിവ. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുറേ കാലങ്ങൾ കൊണ്ട് കുടുങ്ങിക്കിടന്നിരുന്ന വസ്തുക്കളിൽ നിന്നും ലാഭം കിട്ടുക, പിതാവിൽ നിന്നും നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ ലാഭം കിട്ടും. എവിടെ കൈയിട്ടാലും ലാഭം കിട്ടാൻ സാധ്യതയുള്ള സമയം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുകയും ചെയ്യും. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ഏതു കാര്യം ചെയ്യുന്നതിനും അനുകൂലമായ സമയമാണ് ഈ 1.5 വർഷത്തെ കാലം. രാഹു 11ാം ഹൗസിൽ വരുമ്പോൾ കേതു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 5ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലവ് റിലേഷൻ തീർച്ചയായും ഒരു അസംതൃപ്തി വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ആ സമയം, ഈ 1.5 വർഷക്കാലം നിങ്ങളുടെ ലവ് റിലേഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആകുന്നതിനുള്ള സാഹചര്യവും സൃഷ്ടിച്ചേക്കാം. 2026 ഡിസംബർ മുതൽ ജൂൺ 2028 വരെ രാഹു 10ാം ഹൗസിൽ. ഈ സമയം ജോലിയിൽ തീർച്ചയായും ഒരു പരിവർത്തനം വന്നിരിക്കും. അതും 18 വർഷങ്ങൾക്ക്